യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ കൊണ്ട് അനുനിമിഷം ഹല്ലേലൂയ നാം ചോദിച്ചാൽ നനച്ചാൽ അപ്പുറമായിട്ട് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നാം ആയുസ്സോടും ആരോഗ്യത്തോടും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൃപയെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ ദയെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഇപ്പോൾ കാലം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക. സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ കാലം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയെത്തിരും. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു അത്രേ. ഹല്ലേലൂയ. ആ സമാധാനത്തിന്റെ ദൈവം നാം കടന്നു പോകുന്ന വിഷയം കൊണ്ടകത്തൊക്കെയും ദൈവിക സമാധാനം അനുഭവിച്ച് വിടുതലുകൾ പ്രാപിക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രാപിച്ചെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ കാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രാണന് ഹാനി വരാതെ വണ്ണം നമ്മെ കാക്കുന്ന ഒരു ഉടയവൻ നമുക്കുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ സ്തോത്രം, എൻ്റെ പ്രാണൻ എന്തെങ്കിലും വരുമോ, എൻ്റെ ജീവൻ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ഭയവും ഭീതിയും ചില വിഷയങ്ങളകത്ത് നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാറ്റുകളൊക്കെ ആഞ്ഞടിച്ചെന്നിരിക്കാം. പക്ഷേ നിന്റെ പ്രാണനെ വിട്ടുകൊടുക്കാത്ത ഒരു ഉടയവൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്കൊരു ഉടയവനുണ്ട്, എൻ്റെ പ്രാണനൊരു ഉടയവനുണ്ട്. ഉടയവൻ അനുവദിക്കാതെ നമുക്കൊന്നും വരുവാൻ, ഒന്നും ചെയ്യുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിന് അല്ലാതെ നിങ്ങൾ ആരുടെ പ്രാണന് ഹാനി വരികയില്ല. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, ചില പ്രാണനെതിരായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളെ ദൈവം അവരെ പൊട്ടിച്ചു മാറ്റുവാനായിട്ട് ഇടയത്തീര. ആ ഒരു ഭയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ ഈ വചനത്തിൽ നമുക്ക് തിരുവചനത്തിൽ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, പൗലോസിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഹല്ലേലൂയ ഒരു പ്രയാസഘട്ടത്തിന്റെ അനുഭവത്തിലാണ് ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൂടെയുള്ളവരോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാ, താല്പര്യം സാധിച്ചെന്ന് തോന്നി അവരവിടെ നിന്ന് അങ്കുരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി. അപ്പൊ അവരവിടെ നിന്ന് യാത്ര തിരിച്ച് പോകുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിനകത്ത് അവർക്കെതിരായിട്ട് ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിരോധമായിട്ട് ഈശാനമൂലൻ എന്ന ഒരു കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കൊടുങ്കാറ്റിനാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർക്ക് അത്യന്തം അലയുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ ചരക്ക് പുറത്തു കളയേണ്ടി വരുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. അവിടെ നിന്നും നമുക്ക് തുറന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, തങ്ങളെ രക്ഷപ്പെടും എന്നുള്ള ഒരു ആശ അറ്റുപോകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വിരോധമായി അടിച്ചതായ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ദൈവ പൈതൽ പറയുന്ന ഒരു കാര്യമാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പിൻ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കാം. കൊടുങ്കാറ്റിനാൽ ചിലപ്പോൾ നീ അത്യന്തം വലയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരാം. നിന്നിലുള്ള ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷേ ഒരു ദൈവ പൈതന് ഉറപ്പുണ്ടായിരിക്കണം, എനിക്കൊരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ ഉടയവൻ എനിക്കൊന്നും വരുത്തുകയില്ലെന്നുള്ള ഒരു ഉറപ്പ് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര. പൗലോസ് കപ്പലിൽ
യാത്ര ചെയ്യുമ്പോൾ ഒരു തടവുകാരനായിട്ടാണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. തടവുകാരനായിട്ട് താൻ ആയിരിക്കുമ്പോഴും താൻ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ നിങ്ങൾ സ്വതന്ത്രരാകുന്നു എന്ന തിരുവചന പ്രകാരം പ്രിയ ദൈവമക്കളെ, നാം സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് കർത്താവ് വെടിവെച്ചത്. സ്തോത്ര. അപ്പോൾ ഇവിടെ ഈ കപ്പലിൽ ഈ പ്രതികൂലങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലും ക്രിസ്തുവിന് സ്വതന്ത്രനാണ് ആര്? പൗലൂസ്. ആ പൗലൂസിനെ തൊടുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം അവനെ സ്വതന്ത്രമാക്കിയത് കർത്താവാണ്. സ്തോത്ര. അവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവിൽ നിന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തൊടുവാനായിട്ട് ഉള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആ ഒരു ഭയം തന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്റെ സഹയാത്രികൾ ഭയത്താൽ സ്തംഭിച്ചു അല്ലെങ്കിൽ ഭാരപ്പെട്ടിരിക്കുമ്പോ അപ്പോസ്തലനായ പൗലോസ് അവരെ പറഞ്ഞു ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നിനക്കെതിരായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞു പോകേണ്ട വ്യക്തിയല്ല നീ. സ്തോത്ര. നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നിനക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം, നിനക്കൊരു ഉടയവനുണ്ട്. നിന്റെ പ്രാണന് ഹാനി വരികയില്ല, നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു ദോഷം വരികയില്ല. നീ എവിടേക്ക് എത്തിച്ചേരുവാനാണ് യാത്ര തിരിച്ചത്, അവിടെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഈ പകൽക്കാലം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. ഹല്ലേലൂയ. അവർക്കൊരു പ്രതീക്ഷയുമില്ല, അവരുടെ ആശ അറ്റുപോയി. അവർ രക്ഷപ്പെടും, അവർ ദ്വീപിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിലെ ഈ പൽക്കാലം പറയട്ടെ, നിന്റെ നന്മയ്ക്കെതിരെ ആയിരിക്കില്ല വാഗ്ദത്തമുള്ളവന്റെ മേൽ. ഹല്ലേലൂയ. അവന്റെ നന്മയ്ക്കെതിരെ ആയിരിക്കില്ല ശത്രു നോക്കുന്ന, അവന്റെ പ്രാണനെതിരായിരിക്കും ശത്രു വാദിക്കുവാനായിട്ട് ഇടയാത്തിരുന്നത്. പക്ഷേ ആ പ്രാണനെ വിട്ടുകൊടുക്കാത്ത ഒരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അതെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ പ്രാണനെതിരെ വെല്ലുവിളിച്ച മണ്ഡലങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ അതിനേക്ക് പൊട്ടിച്ച് അതിനകത്തുനിന്ന് സൂക്ഷിച്ച ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് നീ ജീവനുടെ മധ്യത്തിൽ ആയിരിക്കുന്ന. സ്തോത്രം. ആ ഒരു തിരിച്ചറിവ് ഇന്ന് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോഴും ജീവിതത്തിനെതിരെ ഈശാനമൂലൻ എന്ന കടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും അതിനകത്ത് നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, അതിനകത്തൊരു ധൈര്യം ഉണ്ടായിരിക്കണം, ഒരു ദോഷവും വരികയില്ല എന്ന്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പേ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. അത് ഏത് സമയം നശിക്കാം. ആശയറ്റുപോയ ഒരു ദൈവ പൈതന്റെ വാക്കാണ് ഹല്ലേലൂയ അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോ ജീവിതത്തിൽ ചിലയിടത്ത് എത്തുമെന്നുള്ള ആശ നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. പ്രതികൂലത്തിന്റെ ആഴത്തിൽ നീ മുങ്ങി താഴുന്ന അനുഭവത്തിലായിരിക്കാം. ഇതിന്ന് രക്ഷപ്പെടുമെന്നോ ഇതിനകത്തുനിന്ന് പുറത്തു വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും നിന്റെ മുമ്പിലായിരിക്കുന്ന സാഹചര്യത്തിന്റെ മധ്യത്തിൽ കാണത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചില നഷ്ടങ്ങൾ കടന്നു വന്നാല് നിന്റെ പ്രാണന് ഹാനി വരുവാൻ അനുവദിക്കാത്ത ഒരു സർവശക്തനായ ദൈവം നിന്നെ പൊതിയുന്നുണ്ട്. നിന്നെ സുരക്ഷിതമായി എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരത്തിൽ നീ സുരക്ഷിതനാണ്. സ്തോത്രം. അവിടെ കാണുന്നു, കപ്പലിനല്ലാതെ ചിലതിനൊക്കെ കേട് സംഭവിച്ചെന്നിരിക്കാം, പക്ഷേ നിങ്ങളിൽ ആരുടെ പ്രാണന് ഹാനി വരികയില്ല. ഈ പകൽക്കാലം പ്രാണനെതിരായി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം പൊട്ടിക്കുക. സ്തോത്ര. ഇതിനകത്തുനിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല, ഇതിനകത്ത് ഇവിടെ കൊണ്ട് അവസാനിക്കും, എനിക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയില്ല, എന്റെ തലമുറകളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ കഴിയില്ല, എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് എനിക്ക് എത്തുവാൻ കഴിയത്തില്ല. അതിനെതിരായി വെല്ലുവിളിക്കുന്ന ചില പ്രാണനെതിരെ ശത്രുവിന്റെ പദ്ധതികളെ ഈ പൽക്കാലം പൊളിച്ചു കളഞ്ഞിട്ട് കർത്താവ് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയെത്തില്ല. ചിലരുടെ ഉള്ളിനകത്തുന്ന പ്രാണഭയങ്ങളെ ദൈവം തമ്മിൽ എടുത്തു മാറ്റുന്ന പകൽക്കാലം അത്രേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചവനുമായ ദൈവത്തിന്റെ ദൂത് ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പ്രിയതേ മക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് ആശയറ്റു പോകുന്ന സാഹചര്യത്തെ നിന്നെ വെറുതെ വിടുന്ന ഒരു കർത്താവല്ല, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്റെ ഉടയവൻ. നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഞാൻ സേവിക്കുന്ന നമ്മുടെ ദൈവം ഹല്ലേലൂയ എന്റെ ഉടയവൻ എന്ന്. ഹല്ലേലൂയ.
നമുക്കൊരു ഉടയവനുണ്ട്. നാം പറഞ്ഞിരിക്കുക, എനിക്ക് ആരുമില്ല, എനിക്ക് ആശ്രയിപ്പാനായിട്ട് ആരുമില്ല എന്നൊക്കെ പറയുമ്പോ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കൊരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാല ധൈര്യം പ്രാപിക്കുക. സ്തോത്രം. നിനക്കൊരു ഉടയവനുണ്ട്, നിന്റെ കുടുംബത്തിന് ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ഒരു ഉടയവന്റെ കീഴിൽ നീ ആയിരിക്കുമ്പോ നിനക്കൊരു ദോഷം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുക. തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്ക. പാറമേ നിന്നെ ഉയർത്തുവാനായിട്ടിടയായിത്തീര. അനർത്ഥത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. കപ്പൽഛേദത്തിൽ മുങ്ങിപ്പോകാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ മേൽ വാഗ്ദത്തത്തെ കൈമാറിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ആ ഉടയവൻ അറിയാം നിന്നെ കൊണ്ട് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുവാൻ. ഹല്ലേലൂയ. അതേ പകുതി വഴിവെച്ച് നശിപ്പിച്ച് കളയുവാനായിട്ട് നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന, നിന്റെ ജീവിതത്തിന് വിരോധമായി ആഞ്ഞടിക്കുന്ന ചില ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റുകളെ ദൈവം തമ്മിൽ ഇന്ന് അകറ്റുവാനായിട്ട് ഇടയെത്തിര. ചിലരുടെ മേൽ സ്വാതന്ത്ര്യത്തെ ഈ പകൽക്കാലം പകരുവാനായിട്ട് ചില കാറ്റുകൾ ആഞ്ഞടിച്ച് ആടി ഉലയുന്ന അനുഭവത്തിൽ നിനക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ, നീ എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയാതെ, നിന്റെ പടക് തകരുമെന്നുള്ള ഭയവും ഭീഷണിയും നിന്റെ മേൽ അലട്ടുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കൊരു ഉടയവനുണ്ട്. ആ ഉടയവൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മാറിപ്പോകയല്ല, കർത്താവിന്റെ ദൂതനെ ഇറക്കേണ്ടടുത്ത് കർത്താവിന്റെ ദൂതനെ അയക്കുവാനായിട്ടിടയെത്തിരും. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങേണ്ടടുത്ത് കർത്താവ് ഇറങ്ങുവാനായിട്ടിടയെത്തിരും. നിന്നെ തനിച്ച് വിടാത്തൊരു കർത്താവുണ്ട്. നിന്നെ പ്രതികൂലത്തിനകത്ത് അതിനകത്ത് അകപ്പെട്ടു പോകുവാൻ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. ഏത് രാത്രി അവരെ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുന്ന അനുഭവത്തിൽ നീ ശബ്ദം കേൾക്കുമ്പോഴും ചില വിഷയത്തിനകത്ത് നിന്ന് രക്ഷപ്പെടുമെന്നുള്ളൊരു ആശ ഇല്ലാതെ വണ്ണം ഇതിനകത്ത് മുങ്ങിപ്പോകും എന്നുള്ള ചിന്തയോടും ആകുലതയോടും ആയിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, കർത്താവിന്റെ ദൂതൻ നിന്നെ വിസിറ്റ് ചെയ്യുവാനായിട്ടിടയായിത്തീരും. എന്തിനു വേണ്ടിയാ കർത്താവിന്റെ ദൂതൻ നിന്റെ അടുക്കിലേക്ക് വരുന്നതെന്നറിയാമോ? പൗലൂസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലൂസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ കയറ്റി വിട്ടത്? ഇല്ലെങ്കിൽ എന്തോയിരുന്നു പൗലൂസിന്റെ വാഗ്ദത്തം? നീ റോമിൽ കർത്താവിനെ സാക്ഷീകരിച്ചതും നീ അവിടെ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കും എന്നുള്ള ഒരു തിരുവചനം ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 23-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, രാത്രി കർത്താവ് എന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അറിയിച്ചതു. ഈ ഒരു ദൈവശബ്ദമാ തന്റെ മേൽ കിടക്കുന്നത്. എന്നാൽ അതിലേക്ക് എത്തുവാനായിട്ട് കഴിയാതെ വണ്ണം അതിന്റെ ജീവിതത്തിനെതിരായി പടകിൽ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോ അവരാശ നറ്റുപോകുന്നു. 14 ദിനരാത്രി അവർക്ക് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയാതെ വണ്ണം എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ വണ്ണം അവർ ഭാരത്തോടെ ആയിരിക്കുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ, ഹല്ലേലൂയ, താൻ സേവിച്ചു നിൽക്കുന്ന തന്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ തന്റെ അടുക്കിലേക്ക് ഇറങ്ങുവാനായിട്ടിടയായി തീർന്നു. അടുക്കൽ വന്നിട്ട് പറയുന്നു, പൗലൂസേ, ഭയപ്പെടരുത്, ഈ പകൽക്കാലം നിന്റെ പടക് തകരുമെന്ന്, നിന്റെ പടക് പലയിടത്തും ഇടിച്ച് തകർന്ന് ഇല്ലാതായി പോകുമെന്നും ശത്രു നിനക്കെതിരെ വിരോധമായി കൊടുങ്കാറ്റുകളും ഈശാന മൂലൻ എന്ന കാറ്റുകളെ തൊടുത്തു വിടുമ്പോൾ ഈ പകൽക്കാല പ്രിയ ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട, നിനക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. ഈശാന മൂലന് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല, നിന്റെ പടക് തകരുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ എവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുവരെ നിനക്കുള്ളതിനെ യാതൊന്നിനോ ഒരു പ്രാണന് ഹാനി വരുത്താതെ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. 240 പേരുമായിട്ട് യാത്ര ചെയ്ത് കടന്നു പോകുമ്പോ ആ പൗലുസിനെ മാത്രം കാത്തല്ല, ഹല്ലേലൂയ, അവന്റെ കൂടെയുള്ള എല്ലാവരെയും ദൈവം കാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ തയ്യാറായ, നീ കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയാണോ, നീ എവിടെ ആയിരുന്നു കൊള്ളട്ടെ, നിന്റെ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നീ യാത്രയുടെ മധ്യത്തിലായിരിക്കട്ടെ, വരാമരിക്കുന്ന ആപത്തിൽ നിന്ന് ദൈവം നിന്നെ മാത്രം വിടുവിക്കുകയല്ല, നിന്റെ കൂടെയുള്ളവർക്ക് യാതൊരു ദോഷവും വരാതവണ്ണ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരുവൻ എവിടെയുണ്ടോ അവന്റെ കുടുംബത്തെ മുദ്രയിട്ട് കാക്കുന്ന ഒരു ദൈവമുണ്ട്, അവനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ ശബ്ദം നീ കേൾക്കുമ്പോ നിന്റെ ജോലി സ്ഥലത്ത് ഏതൊരു ആപത്തും വരുത്താതോണ കാക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നീ അവിടെ ഉണ്ടെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ അറിഞ്ഞതായ ഒരു ദൈവ പൈതൽ എവിടെയുണ്ടോ അവന്റെ കൂടെ ഉള്ളതിനൊക്കെയും ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ഹല്ലേലൂയ. കാരണം നിന്റെ കൂടെ ഒരു ഉടയവനുണ്ടെന്ന് കർത്താവിനെ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ, ചില കമ്പനിക്കകത്ത് നഷ്ടങ്ങൾ കടന്നു വരാം, ചില സ്ഥാപനങ്ങൾക്കകത്ത് നഷ്ടങ്ങൾ കടന്നു വരുമെന്ന് പറഞ്ഞ് ഒരു ഭയത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ അവിടെ ഉള്ളത് മുഖാന്തരമായിട്ട് ഒരു നാശവും വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ഉറച്ചു നിൽക്ക്, നീ അവരോട് പറയുക, ഹല്ലേലൂയ, ഒരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് നീ വിളിച്ചു പറയേ. അവര് നിരാശപ്പെടുന്നതിനോടൊപ്പം നീ നിരാശപ്പെടേണ്ട വ്യക്തിയല്ല. സ്തോത്രം. നീ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. ക്രിസ്തു നിന്നെ സ്വതന്ത്രമാക്കിയ, നീ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ആത്മാവിൽ ആ സ്വാതന്ത്ര്യം നീ അനുഭവിക്കണം. ആത്മാവിലുള്ള ആ സ്വാതന്ത്ര്യം നീ അനുഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മമണ്ഡലത്തിൽ ചേഞ്ച് സംഭവിക്കുക. നിനക്കെതിരായി കടന്നു വരുന്ന ശത്രുമണ്ഡലം നിന്റെ കാൽക്ക് തകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നിന്റെ മേൽ ഒരു ധൈര്യം പകരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ചിലരെ കർത്താവ് നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ പ്രാണനെ ഹാനി വരാത്തവണ കാക്കുന്ന ഒരു ഉടയവനുണ്ട്. വിശ്വസിക്കാമോ? ധൈര്യപ്പെട്ടിരിക്കാമോ? അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ഈശാന മൂലൻ എന്ന കാറ്റടിച്ചു കൊള്ളട്ടെ, നീ അലഞ്ഞുലയുന്ന അനുഭവങ്ങൾ കടന്നു വരട്ടെ, രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കട്ടെ. പക്ഷെ പ്രാണന് ഹാനി വരാതവണ കാക്കുന്ന ഒരു ഉടയവൻ ഉണ്ട്. നമുക്കൊരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നിന്റെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അതേ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ചരക്കിനോ യാതൊന്നിനും ആയിരിക്കില്ല. ഒരു ദൈവ പൈതനെതിരായി, പ്രാണനെതിരായിരിക്കും ശത്രു പതിയിരിക്കുന്ന, പക്ഷേ പ്രാണനെ വിട്ടുകൊടുക്കാത്ത ഒരു ഉടയവൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, രക്ഷപ്പെട്ട ശേഷം മെലിത്ത ദ്വീപിലെത്തുമ്പോഴും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ ഒരു അണലി കയറി പിടിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവന്റെ പ്രാണനെ എങ്ങനെ നശിപ്പിച്ച് കളയണം, ഇതാ ശത്രുവിന്റെ പദ്ധതി. ഹല്ലേലൂയ. നിന്നെ ചില പദ്ധതിക്കകത്തു കൂടി കർത്താവ് കടത്തിവിട്ട് ചിലർത്തി എത്തിക്കുമ്പോ അവിടെ നിന്നെ കുറിച്ചുള്ള ദൈവീക പദ്ധതിയിലേക്ക് നിന്നെ കയറ്റി വിടുകയില്ലെന്ന് പറഞ്ഞ് നിന്നെ നശിപ്പിച്ചു കളയുവാനായിട്ട് ശത്രു ഒന്നിന് പിറകെ ഒന്നായി പതിയിരിക്കുമ്പോഴും അവിടെയും നിന്നെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറയുവാനായിട്ട് ഇടയെത്തുന്നു. അവനോ ആ ജന്തുവിനെ എന്ത് ചെയ്തു? തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവനൊരു ദോഷവും പറ്റിയില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവ പൈതൽ, നിനക്കൊരു ദോഷവും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ദോഷത്തിനെതിരായി ശത്രു കൊണ്ടുവരുന്നതിനെ ദൈവം ചിലതിന്റെ വിടുതലിനാക്കി ദൈവം മാറ്റും. ഇവിടെ പത്രോസിനോട് പറയുന്ന ഒരു സാഹചര്യത്തിൽ മെലിത്ത ദ്വീപ് തന്റെ പദ്ധതിക്കകത്തില്ല. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി അല്ലായെങ്കിലും, പൗലൂസിന്റെ പദ്ധതി അല്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു പൗലൂസ് മെലിത്തയിൽ എത്തുക എന്നത്. അതിനുവേണ്ടി ദൈവം റൂട്ടിനെ മാറ്റുവാനായിട്ട് ഇടയത്തിന് ശത്രു കൊണ്ടുവന്ന ഈശാന മൂലൻ
പടരുന്ന കൊടുങ്കാറ്റായിരിക്കും. പക്ഷേ അതിനെ മെലിത്തയുടെ ഒരു വിടുതലിനു വേണ്ടി ദൈവം റൂട്ട് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നീ പ്രതീക്ഷിക്കാത്ത ചില യാത്രകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ, നീ കടന്നു പോകുന്ന യാത്രയുടെ മധ്യത്തെ റൂട്ട് തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം, അതിനകത്ത് ചില ദൈവത്തിന് പദ്ധതികൾ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്ലാനിങ്ങിലില്ലാത്ത, നിന്റെ ചിന്താമണ്ഡലത്തില്ലാത്ത ചില റൂട്ടുകൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നെ കുറിച്ച് ദൈവത്തിന് നിന്നെ കൂടെ ചിലത് ചെയ്യുവാനായിട്ട് ഉണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഇപ്പൊ ചത്ത് വീട് പോകും എന്ന് പറയുന്ന ഒരു അനുഭവത്തിലാണ് അവരെല്ലാവരും നോക്കി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവനൊരു ദോഷവും പറ്റിയില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ഒരുക്കി നിന്നെ ചിലർത്ത് കൊണ്ട് എത്തിച്ച അവിടെ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലോ ഒരു ദോഷവും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രാണന് ഹാനി വരുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. അതേ, മറ്റുള്ളവർ ചിന്തിച്ചിരിക്കുക, ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് നശിക്കുക. നീ ഒരു കഷ്ടത്തിൽ നിന്ന് കയറി വന്നു, അടുത്തൊരു കഷ്ടം കടന്നു വരുമ്പോ ലോകം നിന്നെ പറഞ്ഞിരിക്കുക, അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ ഇതൊക്കെ വീണ്ടും വീണ്ടും പ്രതികൂലങ്ങൾ കടന്നു വരുന്നതെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞിരിക്കുക. അതിനകത്ത് നിനക്ക് എന്തൊക്കെ കടന്നു വരുന്നെന്ന് കാണുവാനോ, അതിനകത്ത് സന്തോഷിക്കുവാനോ, അതിനകത്ത് നിന്നെ കുറ്റം ചുമത്തുവാനോ ഒക്കെ നിൽക്കുന്ന ഒരു കൂട്ടം പേർ നിന്റെ ചുറ്റിൽ കാണുമായിരിക്കാം. പക്ഷേ അതിനകത്തുനിന്ന് ഒരു ദോഷവും പറ്റാത്തവണ നിന്നെ അവിടെ കൊണ്ട് എത്തിച്ചതിന്റെ ഉദ്ദേശം നിറവേറ്റി നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, ഒരു ഉടയവനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൽക്കാലം എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിന്റെ ഉടയവൻ നിന്നെ പകുതി വഴി വെച്ചിട്ട് വിട്ടുവെച്ച് പോകുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. ചിലയിടത്ത് കൂടി കർത്താവ് നിന്നെ കയറ്റിവിടും. കാരണം സ്തോത്രം, ചിലർ കൂടെ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു കുടുംബം രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പുബ്ലിയസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലുസന്റെ അവന്റെ അടുക്കെ ചെന്നു പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഈ സംഭവിച്ചത് ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവർ ഏറിയ സമ്മാനം അവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ കൂടി പൗലുസിൽ കൂടെ ഒരു ശുശ്രൂഷ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നീ യാദൃച്ഛികമായി നിന്റെ യാത്രയ്ക്കകത്ത് ചില ടേണിങ്ങൾ മാറ്റി വിടുന്നത് നിന്നിൽ കൂടി ദൈവത്തിന് അവിടെ ചിലതിനെ ചെയ്യാനായിട്ടുണ്ട്. നിന്നിൽ കൂടി വിടുതൽ പ്രാപിക്കേണ്ട ചിലത് കാണും. ഹല്ലേലൂയ. മെലിത്തയിൽ ഫലിച്ചു കൊണ്ടിരുന്ന അന്ധകാര മണ്ഡലത്തെ തകർക്കുവാൻ ദൈവം നിന്നെ പൗലുസിനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ശത്രു ആഞ്ഞടിച്ച ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് മുഖാന്തരമാണ് മെലിത്തയിൽ എത്തിയെങ്കിലും ആ ഒരു വിടുതലിന് കാരണമാക്കി തീർക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഈ പൽക്കാലം ചിന്തിക്കില്ലേ, എന്റെ ഈ റൂട്ട് മാറിയതെന്ന്. ഹല്ലേലൂയ. നിന്റെ പദ്ധതിയിൽ ആ റൂട്ടില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ചില റൂട്ടുകൾ കൂടി ഉണ്ട്. ഹല്ലേലൂയ. ആ വഴി കൂടി കർത്താവ് നിന്നെ കയറ്റി വിടുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവമൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രാണന് ഹാനി വരാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, സ്തോത്രം. 16 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, റോമിലെത്തി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ എത്തുകയില്ല എന്ന് പറഞ്ഞ് പകുതി വഴി വെച്ച് നിന്റെ പ്രാണനെ നശിപ്പിച്ച് കളയാ, നിന്റെ കൂടെ ഉള്ളതിനെ നശിപ്പിച്ച് കളയുവാൻ ശത്രു പല പദ്ധതികളും കൊണ്ടുവരും. പോലും ഒരു കേടും പറ്റാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിലും നിന്റെ ആശയറ്റു പോകുന്ന സാഹചര്യത്തിലും നിന്നെ ബലപ്പെടുത്തേണ്ടതിനെ കർത്താവിന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിനക്കൊരു കേടും പറ്റാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവം എൻ്റെ 34 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, 14 ദിവസം കഴിയുമ്പോൾ അവർ ഭാരപ്പെടുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്നറിയാതെ ആയിരിക്കുമ്പോൾ പറയുന്നുണ്ട്, തലയിലൊരു രോമം, നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലൊരു രോമം പോലും നഷ്ടമാക്കിയല്ല നിശ്ചയം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ ഉറപ്പ് ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ 2 ഭാഗം കാണുവാൻ സാധിക്കുന്നു. കൂടെയുള്ള ജനത്തെ ഉറപ്പിക്കുന്ന ഒരു പൗലോസിനെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെയുള്ളതും നമുക്കൊക്കെ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം അവരിൽ നിന്ന് വ്യത്യസ്തരായി തീരണം. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എനിക്കൊരു ഉടയവനുണ്ടെന്ന്.
ഹല്ലേലൂയ. അതേ കൂടെയുള്ള ജനം ഭയപ്പെടുവാനായിട്ട് ഇടയേറ്റുന്ന പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ആരുടെ പ്രാണന് ഹാനി വരികയില്ല. 14 ദിന രാത്രി കഴിഞ്ഞു സൂര്യനെ ചന്ദ്രനെ ഒന്നും കാണാതിരിക്കുമ്പോഴും ഹല്ലേലൂയ ആഹാരത്തെ കൊടുത്തിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരുത്തന്റെ തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയം. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, നിന്റെ ഉടയവൻ ആരാണെന്നും നിന്നെ സ്വതന്ത്രമാക്കിയത് ആരാണെന്നും നീ തിരിച്ചറിഞ്ഞ് ചിലതിനെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്ന നിന്റെ കൂടെ ഉള്ളതിനെ നിന്റെ കരത്തിലേൽപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ പ്രാണന് ഹാനി വരുവാനല്ല കർത്താവ് ചിലതിനകത്ത് വിടുന്നത്. ഹല്ലേലൂയ. നിന്റെ പ്രാണന് ഹാനി വരുത്തുവാനായിരിക്കാം ശത്രുമണ്ഡലം നോക്കുന്നത്, പക്ഷേ അതിനകത്ത് ചിലതിനെ ദൈവം നിന്റെ കരത്തിൽ തന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം നിന്റെ പദ്ധതിക്കില്ലാത്ത യാത്രയുടെ മധ്യത്തിലായിരിക്കുമ്പോ ഈ യാത്ര വേണ്ടയായിരുന്നോ, ഈ ഒരു തീരുമാനം എടുക്കേണ്ടയായിരുന്നോ, ചില പ്രശ്നത്തിനകത്ത് മുങ്ങി താഴുമെന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ദോഷവും നിനക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് മാത്രമല്ല, നീ മുഖാന്തരമായിട്ട് നിന്റെ കൂടെയുള്ളവർക്ക് ഒരു കേടും പറ്റാതവണ സൂക്ഷിച്ച് എത്തിക്കേണ്ടടുത്ത് ക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കുണ്ട്. ഈ പൽക്കൽ ഉറപ്പോടെ ആയിരിക്കാം, ധൈര്യത്തോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പേം. കാരണം എന്താ? എങ്കിലും എന്ന് പറയുവാനായിട്ടുള്ള കാരണം എന്താ? അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ആശയറ്റു പോയിരിക്കുന്ന ഒരു അനുഭവമാണ്. അവരെ രക്ഷപ്പെടും, ദ്വീപിൽ എത്തുമെന്നുള്ള യാതൊരു സ്തോത്ര സാധ്യതയുമില്ല. ആശയ്ക്ക് അറ്റുപോയ സാഹചര്യത്തില. എങ്കിലും അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇപ്പോൾ ധൈര്യമായിരിക്കേ. എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ നിന്റെ നാവിൽ നിന്ന് ചിലരോട് പറയുവാനായിട്ടിടയായി തീർന്ന ധൈര്യത്തോടെ ഇരിക്കെ. അവരെ അധൈര്യപ്പെടുത്തുകയല്ല, അവരെ കുറച്ചുകൂടെ ഭയപ്പെടുത്തുവാനല്ല. നിന്റെ ഉള്ളിൽ കിടക്കുന്നത് അധൈര്യത്തിന്റെ ആത്മാവല്ല, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നത്. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ. കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോ നിന്റെ മനസ്സ് ഇളകി പോകേണ്ടവനല്ല നീ. ഹല്ലേലൂയ. നീ അവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്ന, നീ ബലപ്പെട്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീർണം. ഹല്ലേലൂയ. കാരണം നിന്റെ കൂടെ ഒരു ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ. നീ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർണം. ഹല്ലേലൂയ. ലോക മനുഷ്യ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ അധൈര്യപ്പെടുത്തിയിരിക്കാം, പക്ഷേ ദൈവ പൈതലേ, നിനക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം. ഇതിനകത്ത് ഒന്നും ഭവിക്കത്തില്ല. നാം അരിക്കുന്ന കമ്പനിക്ക് ഒന്നും വരികയില്ല. ഇത് അടച്ചു പൂട്ടാൻ അനുവദിക്കത്തില്ല. ഈ ബിസിനസ് തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. എന്റെ തലമുറകൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയാല, എന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുകയല്ല, എന്റെ കുടുംബം ഇല്ലാതായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ഈ പകൽക്കാലം ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കാണത്തില്ല, ഇവിടെ കൂടെ ഉള്ളവർ ആർക്കുമില്ല. പൗലോസ് തടവുകാരനാണ്, പക്ഷെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം തന്റെ ഭയത്തെ പുറത്താക്കി കളഞ്ഞത് കൊണ്ട് തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയൊക്കെ ആ ഉറപ്പ് പ്രാപിച്ച് ഈ പകൽക്കാലം പുറത്തു വരിക. പ്രാണനെതിരായി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുക. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടടുത്ത് നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടത്. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൂത് വിളിച്ചു പറയുക, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. എങ്കിലും ഇപ്പോ ധൈര്യത്തോടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പകൽക്കാലം ഹല്ലേലൂയ ചിലതിന് ഉറപ്പിക്കാമോ നിനക്ക്? ഹല്ലേലൂയ. നീ അവരോടൊപ്പം അധൈര്യപ്പെട്ടു പോകുവാൻ നെഗറ്റീവോ പറയാനല്ല, നീ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കേ. ഹല്ലേലൂയ. എന്തിനാ? കപ്പനല്ലാതെ നിങ്ങൾ ആരുടെ പ്രാണന് ഹാനി വരികയല്ല. പ്രിയ ദൈവത്തിലെ പ്രാണന് ഹാനി വരാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രാണനത്തോടെ ശത്രുവിനെ അനുവദിച്ചു കൊടുക്കത്തില്ല. എന്തെല്ലാം നഷ്ടങ്ങൾ കടന്നു വന്നാലും നമുക്കറിയാം, അവിടെ കപ്പലിന്റെ ചരക്ക് പുറത്താക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ മെലിത്തേൽ കൊണ്ടെത്തിച്ചിട്ട് ആ കപ്പലിനെ നിറച്ചു വിട്ട ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ഈശാനമൂലൻ എന്ന കാറ്റിനകത്ത് ചില നഷ്ടങ്ങൾ നിനക്ക് വന്നിരിക്കാം, പക്ഷെ ഞാൻ പറയട്ടെ, ആരുടെയും പ്രാണന് ഹാനി വരുത്താതെയും ആ വന്ന നഷ്ടത്തെ നികത്തി തന്നിട്ട് നിറച്ചു തന്നിട്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ഉടയവൻ കൂടെയുണ്ട്. നമ്മുടെ ഉടയവൻ ആരാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉടയവന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയുക. സ്തോത്രം.
ഹല്ലേലൂയ. കർത്താവ് നിന്നോട് ഒരു വാക്ക് ഇടപെട്ടിട്ടുണ്ടോ? ആ വാക്കിൽ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ. മനുഷ്യൻ നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മെ അധൈര്യപ്പെടുത്താം. ഈ പ്രശ്നം നിന്നെ മുക്കിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ കർത്താവ് വരുന്നത് അതിനല്ല. കർത്താവിന്റെ ദൂതനെ നിന്റെ അടുക്കൽ വരുത്തുന്നത് അതിനല്ല. എന്തിനാ? നിന്നോട് പറഞ്ഞതായ ദൂതിനെ വീണ്ടും വെളിപ്പെടുത്തി തന്ന് നിന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ ഉള്ള ദൈവ പൈതലേ, നിന്റെ ഇന്നത്തെ സാഹചര്യം നോക്കിയാ നീ അവിടെ എത്തുവാനായിട്ടുള്ള സാധ്യതയില്ല. ആശ അറ്റുപോയിരിക്കുന്ന അനുഭവം, നിന്റെ തലമുറ അവിടെ എത്തുവാനായിട്ടുള്ള ഒരു സാധ്യതയില്ലായിരിക്കാം. പക്ഷെ ഈ രാത്രി, ഈ പകൽക്കാലം നിന്നോട് ദൂത് വീണ്ടും വിളിച്ചു പറയുന്നത് നിന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ തലമുറ എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കുന്ന ഒരു ഉടയവനുണ്ടെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, നിനക്കോ നിന്റെ കൂടെയുള്ളതിനോ പ്രാണന് ഹാനി വരുത്താതവണ കാക്കുന്ന ഒരു ഉടയവനുണ്ട്. ഈ പൽക്കാലം ലൈവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചില മരണ ഭയങ്ങളിൽ നിന്ന് ദൈവം ചിലരെ പുറത്തെടുക്കുന്ന പകൽക്കാലം അത്രേ. പ്രാണനെതിരെയുള്ള വെല്ലുവിളികളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുക. അതേ, നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു ഓമം പോലും നഷ്ടപ്പെടുവാൻ ഇടയാകാത്തവണ ചിലതൊക്കെയും ഹല്ലേലൂയ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ചിലരുടെ മേൽ വെളിപ്പെടുകയാ. സ്തോത്ര. അതെ, ചിലതൊക്കെ നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. ഞങ്ങളുടെ പ്രാണന് കൂടി ഹാനി വരുമല്ലോ എന്നുള്ള ആകുലതയോടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ നഷ്ടത്തെ നികത്തി തരിക മാത്രമല്ല, നിന്റെ പ്രാണന് ഹാനി വരാത്തവണ്ണ നിന്നെ കാക്കുന്ന ഒരു ഉടയവനുണ്ട്. ആ ഉടയവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ആ ഉടയവൻ നിന്നെ കാക്കും. ആ ഉടയവൻ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയെത്തില്ല. ആ കർത്താവിന്റെ ചിറകിന്റെ മറയിൽ മറയ്ക്ക്. ഈ പകൽക്കാലം ഭയങ്ങൾ വിട്ടു മാറുകയാ. സ്തോത്ര. ചില മരണ ഭയങ്ങൾ, ഹല്ലേലൂയ, ചില തകർച്ചയുടെ അനുഭവങ്ങളെ ദൈവം തമ്പുരാൻ മാറ്റുകയാ. ചില ആശയറ്റ വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ഉറപ്പിക്കലുകൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള ആരും തന്നെ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നവരോട് ദൈവശബ്ദമായി ഇടപെട്ട് നിൽക്കുക. നിനക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പ്രാണനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സുരക്ഷിതത്വം ഈ പകൽക്കാലം ചിലരുടെ പ്രാണന്റെ മേൽ വെളിപ്പെടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്നെ പൊതിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പ്രാണന് ഹാനി വരുവാൻ ദൈവം അനുവദിക്കില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെയുള്ളവർക്ക് ആർക്കും പ്രാണന് ഹാനി വരിയാൻ ദൈവം അനുവദിക്കില്ല. നീ ക്രിസ്തുവിൽ സ്വതന്ത്രമാക്കപ്പെട്ട വ്യക്തിയാണോ? നീ ക്രിസ്തുവിനെ കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയാണോ? നിനക്കൊരു ഉടയവനുണ്ടെന്നൊരു ഉറപ്പുണ്ടോ? നിന്റെ കൂടെയുള്ളവർക്കും ഒരു ദോഷവും വരുത്താതോണ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈശാനമൂലൻ ഇവർക്ക് വിരോധമായി കാറ്റുകൾ ആഞ്ഞടിപ്പിച്ചിരിക്കാം. ഇവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിരിക്കാം. ആശയറ്റു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെട്ടതുപോലെ ഇവരെ ഉറപ്പിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഇവരെ പ്രാണനെതിരായി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങ് പൊട്ടിച്ചു മാറ്റിയതിനായി സ്തോത്രം. ഇവരെ ഉറപ്പിക്കട്ടെ. ഇവരെ ഉറച്ചു നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന്. ഹല്ലേലൂയ. ഇവരെ തിരിച്ചറിയട്ട് കർത്താവേ. ചിലരെ ധൈര്യപ്പെടുത്തുവാൻ ഇവരെ ദൈവം പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെതിരായി, ഇവരുടെ കുടുംബത്തിനെതിരായി, തലമുറയ്ക്കെതിരായി, ഇവരായിരിക്കുന്ന ഇടത്തിനെതിരായി, ഇവർക്കെതിരെയുള്ള ഈ സകല വെല്ലുവിളികളിൽ നിന്ന് ഇവരെ സ്വതന്ത്രമാക്കണമേ. ഇവരെ എത്തിക്കേണ്ടടുത്ത് സ്വർഗത്തിലെ ദൈവം എത്തിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.